പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ജാമ്യഹർജിയിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. സച്ചിൻ വള്ളിക്കാട് അവിടെ നിന്ന് ചേരുന്നു. സച്ചിൻ, ജാമ്യഹർജിയിലല്ലോ ശിക്ഷാവിധിയല്ലേ ഇപ്പോൾ വരാനുള്ളത്? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായും സനീഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ വിധി, ശിക്ഷാവിധി അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആണ് കേസിൻ്റെ ശിക്ഷാവിധി ഉണ്ടാവുക. ജില്ലാ ജഡ്ജി കെന്നത്ത് ജോർജാണ് ശിക്ഷ വിധിക്കുക. എന്തായാലും പ്രതി, കൊടുംകുറ്റവാളിയായിട്ടുള്ള പ്രതി ചെന്താമരയെ അല്പസമയത്തിന് മുൻപാണ് കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. നിലവിൽ കോടതി നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. എന്തായാലും കേരളത്തെ ഒരു കൊലപാതകം തന്നെയാണ് 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടിയിൽ നടന്നിട്ടുള്ളത്. നെന്മാറ സ്വദേശികളായിട്ടുള്ള സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് ചെന്താമര അതിക്രൂരമായി പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. സുധാകരൻ്റെ ഭാര്യ സജിതയെ 2019 സമാനമായ രീതിയിൽ തന്നെ വീട്ടിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ആ കേസിൽ റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിൽ ഇറങ്ങിയാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അതിക്രൂരമായി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതിൽ ചെന്താമരയുടെ കുടുംബം, അതായത് ചെന്താമരയുടെ കുടുംബം, ഭാര്യയും മക്കളും എല്ലാം പിണങ്ങിപ്പോകാൻ കാരണം സജിതയും സുധാകരനുമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കേസിൻ്റെ വിധി വരും. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 2025 ഒക്ടോബറിൽ സമാനമായ രീതിയിൽ തന്നെ വിധി വന്നിരുന്നു. ഇരട്ട ജീവപര്യന്തമാണ് ആ കേസിൽ വിധിച്ചത്. ഈ ഇരട്ട കൊലപാതക കേസിൽ, അതായത് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ തന്നെ ചെന്താമരക്ക് ലഭിക്കണമെന്നാണ് സുധാകരൻ്റെയും അതേപോലെ തന്നെ സജിതയുടെയും മക്കൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും കേരളം കാത്തിരിക്കുന്ന വിധി അല്പസമയത്തിനുള്ളിൽ തന്നെ വരും. 82ഓളം സാക്ഷികളും അതേപോലെ തന്നെ മറ്റ് നിർണായകമായ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസിലെ ഇരട്ട കൊലപാതക കേസിലെ വിധി അല്പസമയത്തിനുള്ളിൽ 4ാം സെഷൻസ് കോടതിയിൽ വെച്ച് വിധി പ്രസ്താവിക്കുക. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ വരാൻ വേണ്ടി പോകുന്നത്. വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെന്താമരയുടെ കുടുംബവും അതേപോലെ തന്നെ പോത്തുണ്ടി സ്വദേശികളെല്ലാം തന്നെ ഉള്ളത്. 2025 ജനുവരി 27 കൊലപാതകം നടക്കുന്നത്. 2025 ജനുവരി 29 സമീപത്തെ കാട്ടിൽ വെച്ച് പോലീസ് ചെന്താമരയെ പിടികൂടുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി നടപടികൾ എന്തായാലും ആരംഭിക്കും. സനീഷ്, നിലവിൽ കേസിൽ 82ഓളം സാക്ഷികളാണുള്ളത്. അതിൽ 4 സാക്ഷികൾ കൂറുമാറിയിരുന്നു. മറ്റ് നിർണായകമായ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ ചെന്താമര ഇരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. ചെന്താമര എന്ന ഒരു അസാധാരണമായ, അത്രയ്ക്ക് സാധാരണമല്ലാത്തൊരു പേര് ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇയാൾ കേരളത്തിനെ ആകെ അറിയുന്ന ഒരാളായി മാറിയത്. അയാൾ നടത്തിയ കൊലപാതകത്തിൻ്റെ അങ്ങേയറ്റത്തെ ക്രൂരത കൊണ്ടുകൂടെയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ഒരു അമ്മയെയും മകനെയുമാണ് ഇയാൾ കൊലപാതകം നടത്തി. അതിനു മുമ്പും ഒരു കൊലപാതകം നടത്തി ശിക്ഷിക്കപ്പെട്ട ആളായിരുന്നു. ഇവരുടെ മക്കളായിട്ടുള്ള 2 പെൺകുട്ടികളുടെ കരച്ചിൽ ഇപ്പോഴും ആ വാർത്ത ഓർമ്മയിലുള്ള ആളുകളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടാകണം. അങ്ങേയറ്റം ഇയാളെ പേടിച്ച് ഭയന്നായിരുന്നു ആ കുട്ടികൾ അടക്കമുള്ള കുടുംബം ജീവിച്ചിരുന്നത്. എന്നിട്ടും ഇയാൾ അവരെ കൊല്ലും എന്ന് നേരത്തെ തന്നെ പറയുമായിരുന്നു. എന്നിട്ടാണ് ആ കൊലപാതകം നടത്തിയത്. അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകമായിരുന്നു. അതിനുശേഷവും ഒരു തരത്തിലുള്ള പശ്ചാത്താപവും ഇല്ലാതെയാണ് അയാൾ ആളുകൾക്ക് മുന്നിൽ, ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസവും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ എന്തോ ഒക്കെ വിളിച്ചു പറയുന്ന നിലയുണ്ടായിരുന്നു. അങ്ങേയറ്റം ക്രൂരനായ, മുഴുവൻ നേരവും ജയിലിനകത്ത് തന്നെ ഇടേണ്ട ഒരു കുറ്റവാളി എന്ന നിലക്കാണ്. പരോളിൽ പുറത്തിറങ്ങിയതിന് ശേഷം മറ്റാണ് അയാൾ ഈ കൊലപാതകങ്ങൾ നടത്തി. അങ്ങനെ ഒരു തരത്തിലും പുറം ലോകം കാണിക്കാൻ പാടില്ലാത്ത, മറ്റു മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ വിടാൻ പാടില്ലാത്ത ഒരു കുറ്റവാളി എന്ന നിലക്ക് കാണേണ്ടുന്ന ഒരാൾ എന്നാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇയാളെ കാണുമ്പോൾ തോന്നുക. ചെന്താമരയുടെ ദൃശ്യങ്ങളാണ് കേരളം കണ്ട ഏറ്റവും കൊടും കുറ്റവാളികളിൽ ഒരാളായ ചെന്താമര എന്നയാളെയാണ് നിങ്ങളിപ്പോൾ കോടതിയിൽ കൊണ്ടുവന്ന നിലയിൽ കാണുന്നത്.